ഭാരതസദസ്സിന് ദൈവനാമത്തിൽ വന്ദനവും സ്തുതിയും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. യെശയ്യാ 43:1. പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഏറെ കൊതിച്ച് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചൊരാഗ്രഹവുമായിരുന്നു ഒരാൾ വൈദികനാവുന്ന കാണണമെന്ന്. ഇന്നത് സാധിച്ചു. എനിക്കും സന്തോഷമായി, എന്റെ കൊച്ചു കൂട്ടുകാർക്കും സന്തോഷമായി. ഈ ആനന്ദത്തിന്റെ സുന്ദര സൂര്യം നമ്മുടെ ഇടവകയിൽ നിന്നും ദൈവം ഒരാളെ തിരഞ്ഞെടുത്ത് ഈശോയുടെ പുരോഹിതനാക്കി, ഈശോയുടെ ബെസ്റ്റ് ഫ്രണ്ടാക്കി, ഈശോയുടെ ദൗത്യം നിർവഹിക്കാൻ എല്ലാ അധികാരങ്ങളും കൊടുത്തു. എന്റെ കൊച്ചു കൂട്ടുകാരെ, എത്ര വലിയ ഭാഗ്യമാണ് നമ്മുടെ സ്വന്തം ചേട്ടായ ബിബിനച്ചന് കിട്ടിയത്. സ്നേഹം നിറഞ്ഞ ചേട്ടായ ബിബിനച്ച, ഇതിനു വേണ്ടി സഹായിച്ചവരും ഒത്തിരി പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതവിടെ നിൽക്കട്ടെ. ബിബി ചേട്ടായ അച്ഛനാക്കി ഈശോയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയപ്പോൾ ഈശോയുടെ ഹൃദയത്തിലല്ലേ ബിബി ചേട്ടായിക്കും എല്ലാ അച്ഛന്മാർക്കും ഈശോ സ്ഥാനം നൽകിയിട്ടുണ്ടല്ലോ. പിന്നെ ഈശോയെ സ്വർഗത്തിൽ നിന്ന് വിളിച്ചിറക്കാനും സക്രാരിയിൽ കൊണ്ടുപോയി പൂട്ടി വെക്കാനും ഈശോ ചേട്ടായി അച്ഛനും എല്ലാ അച്ഛന്മാർക്കും അധികാരം തന്നിട്ടുണ്ടല്ലോ. ചേട്ടായി അച്ഛനും എല്ലാ അച്ഛന്മാർക്കും ഇഷ്ടമുള്ളതൊക്കെ താക്കോലെടുത്ത് സക്രാരി തുറക്കാം, ഈശോയെ കാണാം, ഫ്രണ്ട്ഷിപ്പ് കൂടാം. എന്തൊരു രസമല്ലേ, എന്തൊരു ഭാഗ്യമാണിത്. ഞങ്ങൾ സാധാരണക്കാർക്ക് ഇത് വല്ലതും സാധിക്കുമോ? പിന്നെ ഒരു കാര്യം, ഈ സ്വീകരണവും ആഘോഷവും ഒക്കെ 3 മാസമേ കാണൂ. അങ്ങേയറ്റം പോയാൽ 6 മാസം. അതിനിടയിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നന്നായി വളർത്തിയ ഈശോ നല്ല പോലെ നോക്കും. ഇല്ലെങ്കിലുണ്ടല്ലോ, ധരിച്ചിരിക്കാത്ത നേരത്ത് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം കാലം മോശമാണ്. പിന്നെ ബിബിചേട്ടായി അച്ഛ, ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യം കൂടി ഈശോയോട് പറയണേ. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഞങ്ങൾക്കു ബിബിചേട്ടായി അച്ഛനെ പോലെ ഈശോയോട് കൂട്ടുകൂടാൻ ഇഷ്ടമാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ എല്ലാം 1000 പ്രാർത്ഥനയും സ്നേഹവും അനുമോദനവും വിജയാശംസകളും ഞങ്ങളുടെ പ്രിയപ്പെട്ട പുത്തനച്ഛന് ഞങ്ങൾ ഒത്തുചേർന്ന് ഹൃദയം നിറയെ നേരുന്നു. നന്മ പൂക്കുന്ന നല്ല നാളുകൾ നൽകി നല്ല ദൈവം കൂട്ടിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ ക്രൈസ്റ്റ്.